Explain why 2 into 3 into 5 plus 5 and 5 into 7 into 11 plus 7 into 5 are composite numbers. ഇത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് 2 ഇൻറ്റു 3 ഇൻറ്റു 5 പ്ലസ് 5ഉം 5 ഇൻറ്റു 7 ഇൻറ്റു 11 പ്ലസ് 7 ഇൻറ്റു 5ഉം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ നിന്നും കോമൺ ആയിട്ട് 5 പുറത്തെടുക്കാം. 5 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 1. ഈ 5 കോമൺ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് എഴുതിയത്. 5 ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് 6 പ്ലസ് 1 ഈക്വൽസ് ടു 5 ഇൻറ്റു 6 പ്ലസ് 1 ഈസ് 7. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് 5 ഇൻറ്റു 7 പുറത്തെടുക്കാം. ബ്രാക്കറ്റിനകത്ത് 11 പ്ലസ് 1. 5 ഇൻറ്റു 7, 11 പ്ലസ് 1 ഈസ് 12. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2വിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ 5 എന്ന നമ്പറാണ്, അത് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഇൻറ്റു 5 അത്രേ കിട്ടുന്നുള്ളൂ, വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതൊരു പ്രൈം നമ്പറാണ്. 6 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 6 ആണെങ്കിൽ 1 ഇൻറ്റു 6 ഈസ് 6 and 2 into 3 is 6. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 6 എഴുതാൻ പറഞ്ഞാൽ നമുക്ക് 1, 2, 3 and 6 are the factors of 6. അപ്പോൾ 2വിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് 6 is a composite number. 5ന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 5 ഒരു പ്രൈം നമ്പർ ആണെന്ന് പറയാം. 2 ഇൻറ്റു 3 ഇൻറ്റു 5 പ്ലസ് 5 ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഇൻറ്റു 7 ഇൻറ്റു 1 എന്ന് കിട്ടുന്നുണ്ട്. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 5 ഇൻറ്റു 7 ഇൻറ്റു 11 പ്ലസ് 7 ഇൻറ്റു 5ഉം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഇൻറ്റു 7 ഇൻറ്റു 12 എന്ന് കിട്ടുന്നുണ്ട്. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? Since we find that both the numbers have more than 2 factors, so these are composite numbers. മനസ്സിലായല്ലോ? Show that any number of the form 6 raised to n where n belongs to n can never end with 0. ഇത് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയി സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതാൻ മറക്കരുത്. ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 6 raised to n. ഇതിന് ഈ എന്നിന് ഏത് നാച്ചുറൽ നമ്പർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് 0യിൽ എൻഡ് ചെയ്യുന്ന ഒരു ആൻസർ കിട്ടില്ല എന്ന് കാണിക്കണം. മനസ്സിലായോ? അതിനു വേണ്ടി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാം. ആദ്യം അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാം. 6 ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 2 എന്നാണ്. സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ എൻഡ് വിത്ത് 0 ഈസ് 10. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 ഇൻറ്റു 2 എന്നാണ്. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള ഏത് നമ്പർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഫാക്ടേഴ്സ് ആയിട്ട് 5ഉം 2ഉം കാണാം നമുക്ക്. ഇവിടെ നമ്മൾ 6 ഫാക്ടറൈസ് ചെയ്തപ്പോൾ അതിൽ 5 ഇല്ലല്ലോ. ഇനി നമുക്ക് 20 ആണ് ഫാക്ടറൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 5 ആണ്. അതിലും 2ഉം 5ഉം ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ 30 ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 5. അങ്ങനെ നമ്മൾ 0യിൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ 2ഉം 5ഉം ഫാക്ടർ ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ 6 ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 3ഉം 2ഉം ആണ് 6ന്റെ ഫാക്ടേഴ്സ് കിട്ടിയത്. ഇനി വേണമെങ്കിൽ നമുക്ക് 6 raised to 2 ചെയ്ത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ 36 ആണ്. 36 ഫാക്ടറൈസ് ചെയ്താൽ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. അതിലും ഫാക്ടർ ആയിട്ട് 5 ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതാം. Let us take the smallest natural number ending in 0, that is 10. Its factors are 10 equals to 2 times 5. All natural numbers ending in 0 are multiples of 10. Hence, must have factors 2 and 5. When 6 is multiplied by itself n number of times, the number will not have factor 5. Therefore, any form of 6 raised to n will not end in 0. 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ് ഈ ആൻസറിന്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് കേട്ടോ. മനസ്സിലായല്ലോ? If one root of the quadratic polynomial 2x square minus 3x plus p is 3, find the other root. Also find the value of p. ഇത് പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് തന്നിട്ടുള്ളത്. അതിൽ ഒരു റൂട്ട് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത റൂട്ട് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വാല്യൂ ഓഫ് പിയും കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് ഈക്വൽസ് ടു 2x² മൈനസ് 3x പ്ലസ് പി. എക്സിൻ്റെ ഒരു വാല്യൂ 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പി ഓഫ് 3 ഈക്വൽസ് ടു 2 ഇൻറ്റു 3² മൈനസ് 3 ഇൻറ്റു 3 പ്ലസ് പി ഈക്വൽസ് ടു 0. 2 ഇൻറ്റു 3² is 9 minus 3 into 3 is 9 plus p equals to 0. 2 into 9 is 18. 18 minus 9 plus p equals to 0. 18 minus 9 is 9 plus p equals to 0. p equals to -9. ഇപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൂട്ട് കൂടെ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് പിയുടെ വാല്യൂ എഴുതാം. P of x equals to 2x² minus 3x minus 9. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്യാം നമുക്ക്. 2 ഇൻറ്റു -9 ഈസ് -18. പ്രോഡക്റ്റ് -18 ആയിരിക്കണം. സം -3 ആയിരിക്കണം. അതിനായിട്ട് നമുക്ക് -6 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. -8 ആണ്. -6 പ്ലസ് 3 ഈസ് -3. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 2x² മൈനസ് 6x പ്ലസ് 3x മൈനസ് 9 ഈക്വൽസ് ടു 0. 2x² മൈനസ് 6xൽ നിന്നും നമുക്ക് 2x പുറത്തെടുക്കാം. ബ്രാക്കറ്റിനകത്ത് x മൈനസ് 3 പ്ലസ് 3x മൈനസ് 9ൽ നിന്നും നമുക്ക് 3 പുറത്തെടുക്കാം. x മൈനസ് 3 ബ്രാക്കറ്റിനകത്ത് ഈക്വൽസ് ടു 0. Then 2x plus 3 and x minus 3 are the factors. If 2x plus 3 equals to 0, 2x equals to -3, x equals to -3/2. If x minus 3 equals to 0, x equals to 3. ഇതിൽ ഒരു വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. Therefore, the other root is -3/2. For what value of k will the following pair of equations have infinitely many solutions? 2x minus 3y equals to 7 and k plus 2 into x minus 3 into 1 minus k into y equals to 5k plus 1. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഇങ്ങോട്ട് എഴുതാം. 2x plus 3y equals to 7 and k plus 2 into x minus 3 into 1 minus k into y equals to 5k plus 1. ഈ പെയർ ഓഫ് ഇക്വേഷൻസിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെങ്കിൽ a1/a2 ഈക്വൽസ് ടു b1/b2 ഈക്വൽസ് ടു c1/c2 ഇങ്ങനെയായിരിക്കും. ഇവിടെ a1 is 2, ഇനി b1 is coefficient of y is 3 and the constant c1 is 7. ഇനി a2 is coefficient of x that is k plus 2, b2 is coefficient of y that is -3 into 1 minus k and c2 is constant 5k plus 1. കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. a1/a2 ഈക്വൽസ് ടു b1/b2. a1 is 2 by a2 is k plus 2 equals to b1 is 3, b2 is -3 into 1 minus k. ഇവിടെ നമുക്ക് ഈ രണ്ട് 3യും കട്ട് ചെയ്യാം. 3ൽ 3 1 ടൈം, 3ൽ 3 1 ടൈം. ഇനി 2/k plus 2 ഈക്വൽസ് ടു 1/, ഇവിടെ -1 ആണുള്ളത്. -1 into 1 is -1. -1 into -k is +k. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2 into -1 plus k equals to k plus 2. 2 into -1 is -2 plus 2 into k is 2k equals to k plus 2. 2k minus k equals to 2 plus 2. ഈ k LHSലോട്ട് വന്നു. ഈ -2 RHSലോട്ട് പോയി. 2k minus k is k equals to 4. k equals to 4. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ.
Hence, for k equals to 4, the pair of linear equations has infinitely many solutions. If 49x plus 51y equals to 499, 51x plus 49y equals to 501, then find the value of x and y. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് എഴുതാം. 49x plus 51y equals to 499. 51x plus 49y equals to 501. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. നമുക്ക് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. 49x plus 51y equals to 499. 51x plus 49y equals to 501. 49x plus 51x is 100x plus 51y plus 49y is 100y equals to 499 plus 501 is 1000. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഡിവൈഡ് ഈച്ച് ടേം by 100. 100x by 100 plus 100y by 100 equals to 1000 by 100. ഈ രണ്ട് 100ഉം ക്യാൻസൽ ചെയ്യാം, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഈ രണ്ട് സീറോസും കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇക്വേഷൻ 4 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇക്വേഷൻ 2വിൽ നിന്നും ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യാം. 51x പ്ലസ് 49y ഈക്വൽസ് ടു 501. 49x പ്ലസ് 51y ഈക്വൽസ് ടു 499. സബ്ട്രാക്ഷൻ ആണ്. 51x മൈനസ് 49x is 2x. 49y minus 51y is minus 2y equals to 501 minus 499 is 2. This is equation 5. Divide each term by 2. 2x by 2 minus 2y by 2 equals to 2 by 2. ഈ രണ്ട് 2ഉം ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽസ് ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇക്വേഷൻ 6. ആഡ് ഇക്വേഷൻ 4 and 6. എക്സ് പ്ലസ് വൈ equals to 10, x minus y equals to 1. x plus x is 2x, y minus y is 0, 10 plus 1 is 11. So x equals to 11 by 2. ഇനി വാല്യൂ ഓഫ് y കണ്ടുപിടിക്കാം. Substitute x equals to 11 by 2 in equation 4. x plus y equals to 10, x is 11 by 2 plus y equals to 10, y equals to 10 minus 11 by 2. സബ്ട്രാക്ട് ചെയ്യാനായിട്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. 10 into 2 is 20 minus 11 by 2. 20 minus 11 is 9 by 2. അപ്പോൾ നമുക്ക് വൈയുടെയും എക്സിൻ്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. x equals to 11 by 2, y equals to 9 by 2. If x equals to a and y equals to b is the solution of the pair of equations x minus y equals to 2 and x plus y equals to 4. Find the values of a and b. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഗിവൺ x equals to a and y equals to b. ഇവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷനാണ് ഈ എക്സ് ഈക്വൽസ് ടു എയും വൈ ഈക്വൽസ് ടു ബിയും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽസ് ടു 2, എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 4. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ആഡ് ഇക്വേഷൻ 1 and 2. Then x minus y equals to 2, x plus y equals to 4, x plus x is 2x, minus y plus y is 0, equals to 2 plus 4 is 6. 2x equals to 6, x equals to 6 by 2 equals to 3. 6 will 2, 3 times 2 will 2 1 time.
മനസ്സിലായല്ലോ. ഇപ്പൊ നമുക്ക് x = 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി വാല്യൂ ഓഫ് y കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ എക്സിന്റെ വാല്യൂ ഈ രണ്ട് ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് x = 3 in equation 2. Then x plus y = 4. 3 plus y = 4. y = 4 minus 3 = 1. അപ്പോൾ നമുക്ക് y = 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ x = a എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് x = 3 ആണ് കിട്ടിയിട്ടുള്ളത്. സോ a = 3. ഇവിടെ നമുക്കതുപോലെ തന്നെ y = 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ y = b എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Therefore b = 1. മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ആൻസർ. If sin a plus b equals to √3/2 and sin a minus b equals to 1/2, 0 is smaller than or equals to a plus b is smaller than or equals to 90 degree and a is greater than b, then find a and b. ഇത് ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് വാല്യൂ ഓഫ് എ ആൻഡ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ക്വസ്റ്റ്യനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. സൈൻ എ പ്ലസ് ബി ഈക്വൽസ് ടു √3/2 sin a minus b equals to 1/2. sin a plus b equals to √3/2. സൈൻ്റെ ഏത് വാല്യൂ ആണ് √3/2 ആയിട്ട് കിട്ടുന്നത്? സൈൻ 60 അല്ലേ? അതുപോലെ തന്നെ സൈൻ്റെ ഏത് വാല്യൂ ആണ് 1/2 ആയിട്ട് കിട്ടുന്നത്? അത് സൈൻ 30 ആണല്ലോ. അപ്പം നമുക്ക് എ പ്ലസ് ബിക്ക് പകരം 60 എന്ന് എഴുതാം, എ മൈനസ് ബിക്ക് പകരം 30 എന്ന് എഴുതാം. Therefore a plus b equals to 60 and a minus b equals to 30. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഇനി കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് എ ആൻഡ് ബി ആണല്ലോ. അതിനായിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. a plus b equals to 60, a minus b equals to 30. a plus a is 2a plus b minus b is 0. 60 plus 30 is 90. 2a equals to 90. a equals to 90/2 equals to 45. വാല്യൂ ഓഫ് എ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി വാല്യൂ ഓഫ് ബി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻ ഇക്വേഷൻ 1. Equation 1 is a plus b equals to 60. Value of a is 45. 45 plus b equals to 60. b equals to 60 minus 45 equals to 50. Hence, a equals to 45 and b equals to 50. In the given figure, ABCD is a rectangle with AD equals to 8 cm and CD equals to 12 cm. Line segment CE is drawn, making an angle of 60 degree with AB, intersecting AB at E. Find the length of CE and BE. ഇത് ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക്. ഇൻ റെക്റ്റാങ്കിൾ ABCD, AD equals to 8 cm, CD equals to 12 cm. Line segment CE is drawn, making an angle of 60 degree with AB, intersecting AB at E. അതായത് CE എന്ന ലൈന് AB എന്ന സൈഡിനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് 60 ഡിഗ്രി ആംഗിളിൽ ഡ്രോ ചെയ്തിട്ടുള്ളതാണ്. ഫൈൻഡ് ചെയ്യേണ്ടത് CE ആൻഡ് BE ആണ്. അതായത് ഈ സൈഡും ഈ സൈഡും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്യാം. ട്രയാങ്കിൾ BEC കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ BEC, ആംഗിൾ BEC ഈക്വൽസ് ടു 60 ഡിഗ്രി. പിന്നെ നമുക്കറിയാവുന്ന ലെങ്ത് BC ആണ്. BC ഈക്വൽസ് ടു 8 സെൻറ്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് EB. tan 60 ഡിഗ്രി ഈക്വൽസ് ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് BC by adjacent side is BE. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. The value of tan 60 degree is √3. BC 8 cm by BE. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. √3 into BE equals to 8. BE equals to 8 by √3.
ഡിനോമിനേറ്റർ റേഷണലൈസ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ എഴുതാം. അതിനായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും √3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 into √3 is 8. √3 by √3 into √3 is 3 centimeter. മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്ക് BE എന്ന സൈഡ് 8√3/3 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് CE എന്ന സൈഡാണ്. അതിനായിട്ട് നമുക്ക് EBയും BCയും അറിയുന്നത് കൊണ്ട് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ അല്ലാതെ നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ sin 60 degree equals to opposite side by hypotenuse. Opposite side is BC by EC. അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin 60 degree is √3/2 equals to BC is 8 centimeter by EC. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. √3 into EC equals to 8 into 2. EC equals to 8 into 2 is 16 by √3. ഡിനോമിനേറ്റർ റേഷണലൈസ് ചെയ്യാനായിട്ട് നമുക്ക് √3 ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആൻസർ 16√3/3 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? ഇവാലുവേറ്റ് 3 cos square 60 degree, sec square 30 degree, minus 2 sin square 30 degree, tan square 60 degree. ഇത് ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് cos 60 degree, sec 30 degree, sin 30 degree, tan 60 degree ഇതിൻ്റെ എല്ലാം വാല്യൂസ് അറിയാലോ. അതെല്ലാം ഒന്ന് ഇങ്ങോട്ട് എഴുതാം. cos 60 degree equals to 1/2, sec 30 degree equals to 2/√3, sin 30 degree equals to 1/2, tan 60 degree equals to √3. ഇനി ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 cos square 60 degree, sec square 30 degree, minus 2 sin square 30 degree, tan square 60 degree. 3 into cos 60 is 1/2, 1/2 whole square, cos square 60 degree ആണല്ലോ, into sec square 30 degree is 2/√3 whole square, minus 2 into sin square 30 degree is 1/2 whole square, into tan square 60 degree is √3 whole square, equals to 3 into 1/2 whole square is 1/4, into 2/√3 whole square is 4/3, minus 2 into 1/2 whole square is 1/4, into √3 whole square is 3. ഈ 3യും ഈ 3യും കൂടെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആവും. 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്. 1 minus 3/2. സബ്ട്രാക്ട് ചെയ്യാനായിട്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. 2/2 minus 3/2 equals to 2 minus 3 is -1/2. ഇതാണ് നമ്മുടെ ആൻസർ. If 7 sin square A plus 3 cos square A equals to 4, then find tan A. ഇത് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 7 sin square A plus 3 cos square A equals to 4 എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നും tan Aയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. 7 sin square A plus 3 cos square A equals to 4. tan A ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വന്നിട്ടുള്ള ഇക്വേഷനെ ടാനിൻ്റെ ടേമിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് രണ്ട് സൈഡിലും cos square A ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 7 sin square A by cos square A plus 3 cos square A by cos square A equals to 4 by cos square A. അതായത് sin square A by cos square A equals to tan square A. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ എല്ലാ ടേംസിനെയും cos square A കൊണ്ട് ഡിവൈഡ് ചെയ്തത്. 7 sin square A by cos square A is 7 tan square A plus cos square Aയും cos square Aയും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ 3 എന്ന് കിട്ടും. ഈക്വൽസ് ടു 4 by cos square A നമുക്കിങ്ങനെ എഴുതാമല്ലോ. 4 into 1 by cos square A എന്ന് എഴുതാം. 1 by cos square A equals to sec square A.
ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. 7 tan square a plus 3 equals to 4 into sec square a. 1 cos square എക്ക് പകരം sec square a എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മുടെ ആൻസറിലോട്ട് കൊണ്ടുവരണം. നമുക്ക് കിട്ടേണ്ടത് tan എയുടെ വാല്യൂ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് sec square a equals to 1 plus tan square a എന്നതാണ്. ഈ റിസൾട്ടുകളെല്ലാം എല്ലാവരും പഠിച്ചു വെക്കണം. 7 tan square a plus 3 equals to 4 into 1 plus tan square a എന്ന് എഴുതാം. That's equals to 7 tan square a plus 3 equals to 4 into 1 is 4 plus 4 tan square a. 7 tan square a minus 4 tan square a equals to 4. 3 RHSലോട്ട് വരുമ്പോൾ minus 3 എന്നാവും. 7 tan square a minus 4 tan square a is 3 tan square a equals to 4 minus 3 is 1. Tan square a equals to 1/3. ഈ 3 RHSലോട്ട് വന്നു. ഇനി tan a equals to root 1/3. That is 1/√3. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.